ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു പൂരി ബാജി അല്ലെങ്കിൽ പൂരി മസാലയുടെ റെസിപ്പിയാണ്. സാധാരണ തയ്യാറാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുഴുങ്ങിയെടുത്തിട്ടുള്ള 3 പൊട്ടാറ്റോയാണ്. ഇനി പുഴുങ്ങിയെടുത്ത പൊട്ടാറ്റോ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി, ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല. പൂരി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരല്പം ഉടഞ്ഞതും ഒരല്പം കഷ്ണമായിട്ടുള്ള ആ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നും കടലപ്പരിപ്പും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉഴുന്നും കടലപ്പരിപ്പും നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഉണക്കമുളകും പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവോളയാണ്. അപ്പോൾ വലിയ സവോളയാണെങ്കിൽ 1 എണ്ണം മതിയാവും, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൊണ്ടൻ മുളകാണ് ചേർത്തേക്കുന്നത്, സാമ്പാറിലൊക്കെ ഇടുന്ന. ഇനി 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. സാധാരണ പൂരി ബാജിയിൽ മുളക് പൊടി ചേർക്കാറില്ല, പക്ഷേ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക ഓറഞ്ചിഷ് കളറായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നേരം വഴറ്റുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് വെള്ളമാണ്. ഇപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ആദ്യം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. കടലമാവ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പച്ചവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കട്ട കെട്ടി പോവും. ഇനി ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൂരി മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കടലമാവ് മിക്സ്ചർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം ഇതൊരു 3-4 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. പൂരി മസാല തയ്യാറാക്കുമ്പോൾ ഒരുപാട് കട്ടിയാകാൻ പാടില്ല, ഒരുപാട് തിന്നാകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, എങ്കിലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പൂരി ബാജി മസാല റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.